എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രോഗിയെ സംരക്ഷിക്കുന്ന ആശ്വാസകിരണം പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 26-27 സാമ്പത്തിക വർഷത്തെ അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആശ്വാസകിരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പൂർണ്ണമായി കിടപ്പിലായ രോഗികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, കടുത്ത മാനസിക രോഗമുള്ളവർ, അന്ധത ബാധിച്ചവർ, ക്യാൻസർ, പക്ഷാഘാതം എന്നിവ വന്ന് തീർത്തും കിടപ്പിലായവർ, എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്നിവരെ സംരക്ഷിക്കുന്ന ബന്ധുവിന് സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. നിശ്ചിത അപേക്ഷാ ഫോം ഇതിന് ലഭ്യമാണ്. വരുമാന പരിധി 1 ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം. BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് ലഭിക്കുന്നതാണ്. APL വിഭാഗക്കാരാണ് എങ്കിലാണ് 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത്. പരിചരിക്കുന്ന വ്യക്തിക്ക് മറ്റ് ജോലികളോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ആളായിരിക്കണം. രോഗിക്കും സർക്കാർ മേഖലയിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ സമാനമായ പരിചരണ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ പാടില്ല. എന്നാൽ രോഗി വികലാംഗനോ വാർദ്ധക്യത്തിലെത്തിയ ആളോ ആണ് എങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ 2000 രൂപ പെൻഷൻ ഇതിനൊരു തടസ്സമാകില്ല. പൂരിപ്പിച്ച അപേക്ഷാ ഫോം മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർ ഒപ്പിട്ടിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, രോഗിക്ക് പൂർണ്ണമായിട്ടുള്ള പരിചരണം ആവശ്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതിനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. അപേക്ഷകന്റെയും രോഗിയുടെയും ആധാറിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, അപേക്ഷകന്റെ പാസ്ബുക്കിന്റെ കോപ്പി, അതായത് രോഗിയുടെ അക്കൗണ്ടിലേക്കല്ല, നോക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഈ നോക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു സഹായം. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. BPL റേഷൻ കാർഡാണ് എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. അപേക്ഷാ ഫോം കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ socialsecuritymission.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ആശാവർക്കർമാരുടെ കയ്യിൽ നിന്നും അംഗനവാടികളിൽ നിന്നും ഇതിന്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ബന്ധപ്പെട്ട ശിശു വികസന ഓഫീസിൽ അല്ലെങ്കിൽ CDPOയിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിലവിലുള്ള പദ്ധതിയിലേക്കുള്ള അപേക്ഷ പുതിയ സർക്കാർ വന്നതിന് ശേഷം ക്ഷണിച്ചിട്ടുണ്ട്. അർഹതയുള്ളവർ അപേക്ഷിക്കുക. വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അംഗനവാടിയിലോ ആശാ വർക്കർമാരുമായിട്ടോ ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടോ ബന്ധപ്പെട്ടാൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോം വാങ്ങിയതിനു ശേഷം പൂരിപ്പിച്ചതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാസം 1000 രൂപയാണ്. ക്ഷേമ പെൻഷന് പുറമെയാണ് ഈ ഒരു 1000 രൂപ ലഭിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.